നീ ആ ചീഫ് എഞ്ചിനീയർ കല്യാണം കഴിക്കുന്ന സഹിക്കായിട്ടാ ഞാൻ അന്ന് അങ്ങനെ തീരുമാനം എടുത്തത്. അത് പെട്ടെന്നുണ്ടായൊരു ദേഷ്യത്തില. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ആപത്തുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഭാവിയാണ് പോലെ ഞാൻ ഭാവിയായ നിന്റെ അച്ഛനോട് ക്ഷമിക്കണം. പിന്നെ ക്ഷമിക്കണം. ഓനെന്നെ വിശ്വാസമില്ലേ? ഞാൻ മനസ്സറിഞ്ഞ് ചെയ്തതല്ലാതെ എങ്ങനെയാ നിന്നെ അത് മനസ്സിലാക്കി തരാ? പറ പോലെ എങ്ങനെ മനസ്സിലാക്കി തരണം? നിന്റെ മുന്നിൽ വെച്ച് ഞാൻ വേണമെങ്കിൽ എന്റെ ജീവൻ കളയാം, അതിനും ഞാൻ തയ്യാറാ. എന്നോട് ക്ഷമിക്കും പോലെ. അയ്യോ ബാലമാമൻ, ബാലമാമൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇവരൊക്കെ പറയുന്നിട്ട് ബാലമാമ വിഷമിക്കാതെ. അരവിന്ദേട്ടന് ആക്സിഡന്റ് ആയതിന്റെ മാമനല്ല കാരണക്കാരൻ. ബാലമാമൻ വിഷമിക്കാതെ ധൈര്യമായിട്ടിരിക്കെ. ഹലോ രേന്ദ്രേട്ടാ, ആകാശ് ലീവ് വിളിച്ചു പറഞ്ഞ കാര്യം ഞാൻ മാഡത്തോട് പറഞ്ഞു. ലീവ് അനുവദിക്കില്ലെന്നാ ശ്രേയ മാഡം പറയുന്നത്. രേന്ദ്രേട്ടാ, അരവിന്ദേട്ടൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ, അതവർക്ക് അറിയാലോ. കല്യാണം കഴിക്കാൻ പോകുന്നയാള് ഹോസ്പിറ്റലായിട്ടും മാഡം ഓഫീസിലോട്ട് വരുന്നുണ്ടെന്ന്. ഫാമിലി കാര്യം ഓഫീസുമായിട്ട് കൂട്ടിക്കുടയ്ക്കണ്ടെന്നാ പറയുന്നത്. ശരി, ഞാൻ എത്തിക്കോളാം. ചാരു, ഓഫീസിൽ നിന്ന് ലീവ് കിട്ടില്ല, ഞാൻ പോയിട്ട് വരാം. അച്ഛാ, അച്ഛനെ കുറ്റപ്പെടുത്തി വേദനിപ്പിക്കാതിരിക്കുന്നതാ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്. അച്ഛാ, ഏതോ ബൈക്കുകാരൻ ഇടിച്ചിട്ടിട്ട് പോയെന്നാ പറഞ്ഞത്. സാരമായ പരിക്കില്ലെങ്കിലും കൈക്കും കാലിനും ചതവും മുറിവുണ്ട്. അല്ല, അബദ്ധത്തിൽ പറ്റിയതാണോ അതോ മനഃപൂർവ്വം ചെയ്തതാണോ ഒന്നും അറിയില്ലല്ലോ. ഇക്കാലത്ത് നാട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത്? മേഡം വന്നിരുന്നെങ്കിൽ ഡീറ്റെയിൽസ് അറിയായിരുന്നു. മേഡം വന്നു. അദ്ദേഹത്തിന് എങ്ങനെയുണ്ട് മേഡം? പേടിക്കാനൊന്നുമില്ല. എല്ലാരും വർക്ക് ചെയ്യാൻ നോക്ക്. മറ്റുള്ളവരുടെ കാര്യം അന്വേഷിച്ച് നടക്കലല്ലേ പണി. സൗമ്യേ, ശ്രേയ മാഡത്തിന്റെ മുഖത്തൊരു ടെൻഷനോ വിഷമോ ഒന്നുമില്ലല്ലോ. പുള്ളിക്കാരന് കുഴപ്പമൊന്നുമില്ലെന്ന് മേഡം പറഞ്ഞില്ലേ? ആ, എന്നാലും കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കൊരു അപകടം പറ്റിയ അതിന്റെ വിഷമം മുഖത്ത് കാണാലോ. അത് കാണുന്നില്ല. അത് ശരിയാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
എന്താ എല്ലാവരുടെ മുഖത്തൊരു ആശങ്ക? അത് വേറൊന്നുമല്ല ആകാശേ. അരവിന്ദിന്റെ ആക്സിഡന്റിന്റെ കാര്യം മേഡത്തിനോട് ചോദിച്ചപ്പോ പേടിക്കാനൊന്നുമില്ല, എല്ലാരും ജോലി നോക്കുന്ന വളരെ കൂളായിട്ട് അങ്ങ് പറഞ്ഞിട്ട് പോയി. കല്യാണത്തിന് മുമ്പുള്ള പ്രണയകാലത്ത് കയ്യിലൊരു മൊട്ടുസൂചി കൊത്തിയാലും സെന്റിമെന്റ്സ് കാണിക്കും. പക്ഷേ മേഡത്തിൽ അതൊന്നും കണ്ടില്ല. ആകാശ് എത്തിയില്ലേ? അല്ല, വന്നു മേഡം. എന്നിട്ട് വന്ന പോലെ ആരോടൊന്നും പറയാതെ ഇറങ്ങിപ്പോയി. ഓക്കെ, എല്ലാരും വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഞാനിപ്പോ വരാം. അല്ല, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ആകാശ് വന്നു പോയി, മാഡം വന്നു പോയി. നമ്മൾ മാത്രം ഫയലും വൗച്ചറും നോക്കി ഇവിടെ തന്നെ അങ്ങിരിക്കണം. മാസാമാസം കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നില്ലേ സാറേ? അല്ല, അതും ഇതും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നത് എന്തിനാ? രാജേന്ദ്രേട്ടാ, ബി സെക്ഷന്റെ ഫയലേ ഇന്ന് തന്നെ മേഡത്തിന്റെ ടേബിളിൽ എത്തിക്കണം. എത്തിക്കണം. ആര്? ഓഹോ, ഞാനാണല്ലേ എത്തിക്കേണ്ടത്. ഇപ്പൊ തീർക്കാം. അരവിന്ദേട്ടാ, അനന്തര കഴിക്ക്. മെഡിസിൻസ് ഉള്ളതുകൊണ്ട് ക്ഷീണം കാണും, അത് മാറട്ടെ. ദാ. വല്യേട്ടന് കഞ്ഞി കൊടുത്തല്ലോ ചാർജ്. തുണിക്കച്ചവടക്കാരി, ഞാൻ ക്യാൻറ്റീനിൽ ഇവനുള്ള ഭക്ഷണം വാങ്ങാൻ പോയ നേരം നോക്കി നീ ഇവന് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കുന്നോ? ഏറണം കിട്ടോളെ. അമ്മായി, എടി, നിന്റെ കൈ കൊണ്ട് എന്റെ മോന് കൊടുക്കാൻ നോക്കിയത് ഇപ്പൊ ആർക്കറിയാടി എന്താന്ന്?